ഹലോ ഗൈസ്, എല്ലാവർക്കും IMX മിക്വൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹിഡൻ പ്ലേസിലേക്ക് പോവാണ് ഗൈസ്. ഹിഡൻ പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ പേർക്ക് അറിയായിരിക്കും, പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നമ്മൾ ഈ ഹിഡൻ പ്ലേസ് വരുന്നത് നമ്മുടെ ട്രോപ്പിക്സിലെ വാട്ടർഫാളിൻ്റെ പുറകിലായിട്ടാണ്. വാട്ടർഫാളിൻ്റെ പുറകിലായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുടങ്ങുന്ന സ്ഥലത്താണ് ഈ സംഭവം ഉള്ളത്. നമ്മളെന്തായാലും നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. എൻ്റെ കൂടെ സോമൻ ബ്രോ ഉണ്ട് ഗൈസ്. സോമൻ ബ്രോ താഴെ വന്ന് നിൽപ്പുണ്ട്. നമ്മളെന്തായാലും സോമൻ ബ്രോൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് എടുത്തിട്ട് പോകുന്ന ഫോർച്യൂണറാണ് കേട്ടോ. ഫോർച്യൂണറായിട്ടാണ് ഞാനും സോമൻ ബ്രോയും വന്നേക്കുന്നത്. സോമൻ ബ്രോ ബോണറ്റൊക്കെ തുറന്ന് വെച്ചിരിക്കുന്നുണ്ടല്ലോ കേസ്. എന്താ പോലെ സംഭവം? സോമൻ ബ്രോ എന്താ പറ്റി? എന്താണെന്നറിയില്ല, വണ്ടിക്ക് എന്തോ ചെറിയ പ്രശ്നം പോലെ. സോമൻ ബ്രോ വണ്ടിക്ക് എന്താ പറ്റി? ഇനി നമ്മൾ പോകാണ്ടിരിക്കേണ്ടി വരും ഇവിടെ. എനിക്ക് പോകാണ്ടൊന്നും ഇരിക്കേണ്ടി വരില്ല, അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നുമില്ല. എന്തോ ചെറിയൊരു സൗണ്ട് കേട്ടപ്പോൾ നോക്കിയേക്കാം, അതിപ്പോൾ ശരിയായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. നമുക്കെന്നാൽ പിന്നെ വണ്ടി എടുത്ത് വേഗം പോയാലോ സോമൻ ബ്രോ? എന്നാൽ പിന്നെ വണ്ടി എടുത്ത് വെക്കാം, നമുക്ക് ഓവർ ലേറ്റ് ആയിട്ടുണ്ടോ. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർച്യൂണറിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ. എന്തായാലും സോമൻ ബ്രോ ബോണിട്ട് തുറന്നപ്പോൾ നമ്മളതും കാണിച്ചെന്നേ ഉള്ളൂ. നമുക്കെന്തായാലും വണ്ടി എടുത്ത് വേഗം പോകില്ല, വല്ലാണ്ട് ലേറ്റ് ആയി പോകും ഗൈസ്. നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഗൈസ്, നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട് ഗൈസ്. ആ ലുക്ക് നോക്കിയാൽ ഗൈസ്, നമ്മുടെ വണ്ടിയുടെ ഫോർച്യൂണർ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് ഗൈസ്. കാണുമ്പോൾ തന്നെ ക്രഷ് അടിക്കും. നമുക്കെന്തായാലും വണ്ടിയിലേക്ക് കയറാം. എന്നിട്ട് നേരെ ഇവിടുന്ന് ട്രോപ്പിക്സിലേക്ക് പോയിട്ട് വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തി അവിടുന്ന് അതിൻ്റെ മണ്ടയിലേക്ക് കയറണം. എന്നിട്ട് നമുക്കിപ്പോൾ ഒരു ഐഡിയ ഇല്ലാത്ത സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി കയറുമോ ഇല്ല എന്നാണ്. കയറാൻ നല്ല സാധ്യത കുറവാണ്, കാരണം ഫുൾ സ്റ്റോക്കാണ് ഗൈസ്. എൻ്റെയും സോമൻ ബ്രോൻ്റെയും വണ്ടി ഫുൾ സ്റ്റോക്കാണ്. അതുകൊണ്ട് ഇത് കയറുമോ ഇല്ലെന്ന് ഭയങ്കര ഡൗട്ടാണ്. നമുക്കിനി ഇവിടുത്തെ പമ്പിൽ കയറി എണ്ണ അടിച്ച് ഫുൾ ടാങ്ക് ആക്കിയിട്ടാണ് പോകാനില്ല. നമ്മൾ പോകുന്ന വഴിക്ക് പകുതിക്ക് വെച്ച് നിന്നുകൊണ്ട് വരും. പിന്നെ സോമൻ ബ്രോന് എണ്ണ വാങ്ങാൻ വിടേണ്ടതൊക്കെ ആയിട്ട് വരും. അതൊന്നും നമ്മളെന്തായാലും ചെയ്യുന്നില്ല. പറഞ്ഞു വന്നപ്പോൾ നമ്മളത് എണ്ണ വാങ്ങാൻ മറന്നുപോയി. എണ്ണ അടിക്കാൻ മറന്നുപോയി. നമുക്കെന്തായാലും തിരിച്ചു പോകണം. ഞാൻ ഒരു ഫ്ലോയിലങ്ങ് വന്നപ്പോഴത്തേക്ക് ഓടിച്ചങ്ങ് എത്തി ഗൈസ്. എണ്ണയുടെ കാര്യം അങ്ങ് മറന്നുപോയി. നമുക്കിനെന്തായാലും നേരെ പമ്പിലേക്ക് വേണം ഫസ്റ്റ്, ഇല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ പെട്ടു പോകും ഗൈസ്. അങ്ങനെ നമ്മൾ എണ്ണയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ വിടുന്നുണ്ട്. നമ്മുടെ സോമൻ ബ്രോ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. മച്ചാൻ എന്തായാലും ഫ്രണ്ടിൽ കയറുന്നില്ല, നമുക്ക് അവനെ ഓവർടേക്ക് ചെയ്തും കയറാം. ഇനി നമ്മൾ ഡയറക്റ്റ് ഇങ്ങോട്ടേക്കാണ് കഴിച്ച് പോകുന്നത്, അവിടെ ട്രോപ്പിക്സിലെ വാട്ടർഫോൾസിൻ്റെ പുറകിലേക്കെന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മളതിന് മണ്ടേ കയറണം കഴിച്ച്, ഏറ്റവും മണ്ടയിൽ. പക്ഷേ ഇത് കയറുമോ എന്നാണ് ഏറ്റവും വലിയ ഡൗട്ട്. നമുക്കെന്തായാലും അവിടെ ചെന്നിട്ടേ ബാക്കി നോക്കാൻ പറ്റത്തുള്ളൂ. നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം കേസ്. ഫൈനലി കേസ്, നമ്മുടെ ട്രോപ്പിക്സ് എത്തിയിട്ടുണ്ട്. അതിൻ്റെ നമ്മുടെ സോംബ്രോ നമ്മുടെ ഫ്രണ്ടിൽ കയറി ട്രോപ്പിക്സ് എത്തിയപ്പോഴത്തേക്കും നമുക്കിനി നേരെ വാട്ടർഫോൾസിലേക്കാണ് പോകേണ്ടത്. ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും വാട്ടർഫോൾസാണ്. ഞാൻ പിന്നെ ഇനി പറയുന്നില്ല കേസ്, നിർത്തി കേസ്. അങ്ങനെ നമ്മൾ നമ്മുടെ വാട്ടർഫോൾസ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കെന്തായാലും നേരെ ഇതിൻ്റെ മണ്ടയിലേക്ക് കയറണം. നമുക്കെന്തായാലും മറ്റേ റൈറ്റ് സൈഡ് വഴിയുള്ള വഴി കയറാൻ പറ്റും നോക്കാം. കഴിഞ്ഞ വട്ടം നമ്മൾ അതിലാണ് കയറിയത്. ഈ വണ്ടി കയറുമെന്ന് ഡൗട്ടാണ്. നല്ല കിട്ടിയാലും കുത്തനുള്ള കയറ്റമാണ് കേസ്. നമ്മുടെ BMW വെച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം കയറിയത്. ഓഫ് റോഡ് വണ്ടി കയറുന്നില്ല, BMW കയറുന്നുണ്ട്. അതാണ് കഴിവ് കേസ്. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ 2 ഫോർച്യൂണറും കിടക്കുന്നതാണ് വേണ്ടി എന്ത് ലുക്കല്ലേ കേസ്. ആൻഡ് ഇതാ നമ്മുടെ വാട്ടർഫോൾസ് ഇവിടെ ഉണ്ട്. അതിൻ്റെ ഏറ്റവും മണ്ടയിലേക്കാണ് ഇനി കയറേണ്ടത്. ഇത് കണ്ടിട്ട് ഇതുവരെ നമ്മുടെ വണ്ടി കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എടാ, നീ പേടിക്കണ്ട, നമുക്കിത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കയറ്റാൻ പറ്റുമോ നോക്കാം. ഇല്ലേ നമുക്ക് വേറെ ഏതെങ്കിലും വഴിയൊക്കെ തപ്പി പിടിച്ചും കയറാതെ നടക്കത്തുള്ളൂ കേസ്. നമ്മളിങ്ങനെ നമ്മുടെ വണ്ടി കയറിയിട്ടുണ്ട്. സോമൻ ബ്രോ പറയുന്നത് ഇത് കയറാൻ സാധ്യതയില്ലെന്നാണ്. നമുക്കെന്തായാലും ചുമ്മാ ഒന്ന് കയറ്റി നോക്കാം. കയറിയില്ല, നമുക്ക് വേറെ വഴി നോക്കാതെ ഉള്ളൂ. ചുമ്മാ ഒന്ന് ചവിട്ടി പിടിച്ച് നോക്കാം ഗൈസ്. കുലുങ്ങി പോകുന്നുണ്ട്, അല്ലാണ്ട് കയറുന്നില്ല ഗൈസ്. ഇവിടം വരെ എത്തി ഇങ്ങനെ കയറുമായിരിക്കും. കയറുന്നില്ല ഗൈസ്, ഒരു രക്ഷയില്ല. ടയർ വല്ലാണ്ട് കറങ്ങിയിട്ട് ഇറങ്ങി വരിക. റിവേഴ്സ് എടുത്ത് കയറ്റാനും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴും തെന്നാൻ സാധ്യതയുണ്ട്. ഒട്ടും കയറുന്നില്ല ഗൈസ്. നമ്മൾ മിക്കവാറും വേറെ വഴി നോക്കേണ്ടി വരും ഗൈസ്. ഞാനും സോമൻ ബ്രോയും കൂടെ അവിടെ കിടന്ന് കുറേ നേരം കയറ്റാൻ പറ്റുമെന്ന് നോക്കി. ഒരു കാരണവശാൽ ഈ വണ്ടി കയറുന്നില്ല ഗൈസ്. നമ്മൾ കുറേ കൊടുത്ത് നോക്കി. ഇനി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടയർ പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വഴി കയറാൻ വിചാരിച്ചു. ഈ വഴി അത്യാവശ്യം കയറുന്നുണ്ട്. ഇതിലെ നേരെ പോയിട്ട് ഗൈസ് കല്ലുണ്ടായിരുന്നു, ഇവിടെ കല്ലുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ ഇങ്ങോട്ട് കയറിയപ്പോൾ നമ്മുടെ സോമൻ ബ്രോ ഇവിടെ ഉണ്ട് കേട്ടോ. മച്ചാൻ്റെ വണ്ടിയും കയറുന്നില്ല, എൻ്റെ വണ്ടിയും ഇവിടം വരെ കയറി. പിന്നെ അങ്ങോട്ട് കയറുന്നതിന് നോക്കണം ഗൈസ്. എൻ്റെ വണ്ടിയും കയറുന്നില്ല കേട്ടോ. ഇറങ്ങി പോവാം. അല്ല ഗൈസ്, ഇവിടം വരെ കയറി. യെസ്, അതൊക്കെ അത്ര ഉള്ളു ഗൈസ്.
അല്ല അതങ്ങനെ വരാൻ പാടില്ലല്ലോ. ഓ ഞാൻ എന്തായാലും ഇത് കയറ്റാൻ പറ്റുമോ നോക്കട്ടെ ഗൈസിന്. One eternity later. ഗൈസ് അങ്ങനെ കുറേ കിടന്ന് കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ നമ്മളിതിൻ്റെ മണ്ടയിലേക്ക് ഒന്ന് വന്ന് എത്തിയിട്ടുണ്ട്. ആൻഡ് സോംബ്രോ നമ്മുടെ വണ്ടിക്കകത്തുണ്ട്. സോംബ്രോൻ്റെ വണ്ടി കയറാത്തതുകൊണ്ട് നമ്മൾ കൂട്ടിയിട്ട് വരാം കേട്ടോ ചെയ്തേ ഗൈസ്. ആൻഡ് നമ്മൾ പറഞ്ഞ സ്ഥലം ഇതാണ്. നിങ്ങളാ സാധനം കണ്ടോ? നമ്മുടെ BGMIയിലും ഫ്രീ ഫയറിലൊക്കെ ഉള്ള എയർ ഡ്രോപ്പ് പോലത്തെ സാധനമല്ലേ, എയർ ഡ്രോപ്പ്, അതാണ് സാധനം. ആൻഡ് ഞാനിത് കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണ് ഗൈസ് ഫസ്റ്റ് കാണുന്നത്. പിന്നെ നിങ്ങളെ കൂടെ കാണിച്ചിട്ടാന്ന് വിചാരിച്ചു. സോമംപ്രോ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടാണ് നമ്മളിതിനെ മണ്ടയിലേക്ക് ചുമ്മാ കയറി. അന്ന് നമ്മൾ നമ്മുടെ BMW എടുത്തിട്ടാണ് ഗൈസ് വന്നത്. അത് ഓഫ് റോഡ് വണ്ടി പോലും ഇല്ല. അത് വെച്ച് നമ്മൾ ഈ മലമണ്ട കയറിയിട്ടാണ് നമ്മൾ ഈ സംഭവം കണ്ടത്. ഇവിടെ ഒരു മറ്റേ ഇതും കിട്ടും ഗൈസ്, ട്രഷറും കിട്ടും നിങ്ങൾക്ക്. ഞാൻ കയറിയപ്പോൾ എനിക്ക് കിട്ടിയായിരുന്നു, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കുമല്ലോ ഗൈസ്. അതുപോലെ തന്നെ ഈ വീഡിയോൻ്റെ ഔട്ട്റോ എടുക്കുമ്പോൾ നമ്മുടെ LCൻ്റെ അപ്ഡേറ്റും കൂടെ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് സാധനം. ഇത് നമുക്ക് ഇതിൻ്റെ അടിയിലേക്ക് ചാടുവാണെങ്കിൽ കുറച്ചുകൂടെ കാണാൻ പറ്റും ഗൈസ്. കാണിച്ചു തരാം. ഇത് ഫുള്ളായിട്ട് കാണണമെങ്കിൽ ഇതിൻ്റെ അടിയിലേക്ക് ചാടണം. കണ്ടോ, പക്ക എയർ ഡ്രോപ്പാണ് സാധനം. സോംബ്രോ എത്തിയിട്ടുണ്ട് ഇവിടെ. മിക്കതിന് BGMIയിലെ ഫ്രീ ഫയറിലെ മാപ്പിലേക്ക് ഈ സാധനം കൊണ്ടുവന്ന വഴിക്ക് ഇവിടെ അറിയാണ്ട് ഇങ്ങനെ വീണ് പോയതാണോ? നീ ഈ കൂപ്പിനെ പോലെ മണ്ടത്തരം വിളിച്ച് പറയലടാ. ഇത് വേറെന്തോ സംഭവമാണെന്ന് തോന്നുന്നു. എനിക്കും അറിയത്തില്ല, ചിലപ്പോൾ അങ്ങനെയല്ല ആയിരിക്കും. ഏത് ഞാൻ പറയുന്നത് വളരെയധികം റിസർച്ച് നടത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നീ അതിനെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. നമ്മുടെ നാട്ടിലാരും മണ്ടത്തരം പറയുന്നവരെ സപ്പോർട്ട് ചെയ്യാറില്ല കേട്ടോ. നീ ഇങ്ങനെ ചുമ്മാ ഏറി കേട്ടില്ല, ജീവിച്ച് പൊക്കോട്ടെ സൈഡിൽ കൂടെ. ഞാനൊന്നും പറഞ്ഞില്ല, നീ ഒന്നും കേട്ടിട്ടില്ല. ആടോ ഓക്കെ, നീയൊന്നും പറഞ്ഞിട്ടില്ല, ഞാനൊന്നും കേട്ടിട്ടില്ല ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർഫാളിൻ്റെ അറ്റം തൊട്ട്. ഇവിടെ നിന്ന് താഴേക്ക് ചാടിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നമ്മളെ വണ്ടീൻ്റെ അടുത്തേക്ക് എത്തും. ഗൈസ് CPMൽ ഇനി അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് വെള്ളത്തിൽ ചാടി കുളിക്കാൻ പറ്റുന്ന സെറ്റപ്പൊക്കെ കൊണ്ടുവരണം ഗൈസ്. കുറച്ചുകൂടെ സെറ്റാക്കിയാൽ നൈസായിരിക്കും. ഇവിടെ നിന്ന് താഴെ ചാടി കഴിഞ്ഞാൽ പോയി. അറ്റത്ത് നിന്ന് നോക്കാം ഗൈസ്. ഞാൻ ഈ അറ്റത്ത് അതിൻ്റെ സ്റ്റെപ്പ് ഇടാൻ പോവാം. നോക്കിക്കൊച്ചിരി സ്കീം സാധനം. എൻ്റെ പൊന്ന് അവിടുന്ന് കാല് തെറ്റി താഴെ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിനക്ക് ഇട്ടത്ത് പോലും ഇല്ല. അടങ്ങിയിരിക്കുക കേട്ടോ, നിന്നെ പെറുക്കാൻ എന്നെ കൊണ്ട് വയ്യ. എനിക്ക് ഈ അറ്റത്ത് ഡാൻസ് കളിക്കുന്നതിന് ഡോക്ടറേറ്റ് എടുത്ത ആളാണ് ഞാൻ. അത് നിനക്കറിയാം. എടീ, അറ്റത്ത് നിന്ന് ഡാൻസ് കളിക്കുന്നതിന് എവിടെയാടാ ഡോക്ടറേറ്റ് ഒക്കെ? നീ വന്ന് വെറും മണ്ടനായിക്കൊണ്ടിരിക്കുക. എന്നാ നീ തള്ളുന്നേ? ഇച്ചിരി മയത്തിലൊക്കെ തള്ളു. എൻ്റെ പൊന്നു മിക്കി, ഇത് തള്ളൊന്നും അല്ല. നിനക്ക് ലോകവിവരമില്ലാത്തതാണ്. നീ ശരിക്കും ഒന്ന് അന്വേഷിച്ച് നോക്ക്. ഇതിന് ഡോക്ടറേറ്റ് ഒക്കെ ഉണ്ട്. അതെ, പോന്ന് ചത്ത് സമാധാനമായ നിനക്ക്? ഞാൻ പോയില്ലേ? നീ എന്ത് ജീവിയാടാ? മിക്ക അങ്ങനെയൊന്നും പോകുന്ന അല്ലടാ ഈ സോമൻ. നിനക്ക് എന്നെപ്പറ്റി ശരിക്കും അറിയത്തുണ്ടോ? ഞാനോട് പറഞ്ഞിട്ടില്ല ഞാൻ ഇതിലൊക്കെ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. എന്നിട്ട് ഡോക്ടറേറ്റ് എടുത്ത ആളെ ഇപ്പം കാണുന്നില്ലല്ലോ. എവിടെ? ഞാൻ വണ്ടീൻ്റെ ഇവിടെ വന്നു കേട്ടോ, നിന്നെ കാണുന്നില്ലല്ലോ. എന്നിട്ട് ഡോക്ടറേറ്റ് എടുത്ത ആളൊക്കെ പോയി തട്ടിപ്പോയെന്ന് തോന്നുന്നു ഗൈസ്. ഈ പെട്ടി എന്നാൽ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ആർക്കെങ്കിലും അറിയാമോ ഗൈസ്? സംഭവം കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള സംഭവം കേട്ടോ. എന്നാലും എന്തായിരിക്കും എന്നല്ല, ഇതെങ്ങനെയായിരിക്കും ഇവിടെ വന്നേ? സോമൻ ഇവിടെ എത്തിയില്ലോ. ഞാൻ പറഞ്ഞില്ല മിക്ക, ഞാനങ്ങനെ താഴെയൊന്നും പോകത്തില്ലെന്ന്. ഞാൻ പണ്ടേ സീനാ മിക്ക, നിനക്കെന്നെ അറിയത്തില്ല. അവിടെ സമ്മതിച്ച് നീ സീൻ തന്നെ കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും വെയിറ്റ് ചെയ്യുക ഗൈസ്. ആൻഡ് എല്ലാവരും സബ് അടിക്കുക, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, എല്ലാം അടിച്ച് സെറ്റാക്കി വെക്കുക ഗൈസ്. നമ്മുടെ ഫോർച്യൂണറൊക്കെയാണ് ഇപ്പോൾ ഫുൾ ചെളി ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി എന്തായാലും അതൊക്കെ വേണം. പിന്നെ ഗൈസ് LCൻ്റെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ LCൻ്റെ വർക്ക് ഏകദേശം കഴിയാറായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കിനി വണ്ടി പോയി എടുത്താൽ മതി. നെക്സ്റ്റ് ഡേ ഞാനും സോമംബ്രോയും കൂടെ LC എടുക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും. അപ്പം ഇനി അടുത്ത വീഡിയോ മിക്കവാറും LCൻ്റെ വീഡിയോ ആയിരിക്കും. നിങ്ങളെല്ലാവരും കാത്തിരിക്കുക ഗൈസ്, നമ്മൾ സെറ്റാക്കിയിട്ട് വന്നിരിക്കും. അപ്പോൾ ഗൈസ് അത്രയുള്ളൂ, ബൈ.